ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. കാലത്തും വൈകുന്നേരം ചായയുടെ ഒപ്പവും അല്ലെങ്കിൽ രാത്രിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിന്ന് പണിയാരം. ഇഡ്ഡലിയും ദോശയും കഴിച്ച് മടുക്കുമ്പോൾ അതേ മാവ് കൊണ്ട് വേറൊരു സ്വാദിൽ പണിയാരം ഉണ്ടാക്കാൻ പറ്റും. മാവെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള മാവാണ്, കുറച്ച് പുളിയുള്ള മാവാണ്. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാവ് പാകത്തിന് കൺസിസ്റ്റൻസി ആക്കാം. വേണ്ട കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി. ഇഞ്ചി 3 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണമാണ്, പൊടിയായിട്ട് നുറുക്കണം. പിന്നെ കറിവേപ്പില, മല്ലിയില വേണ്ടെന്നുള്ളവർക്ക് ഒഴിവാക്കാം. 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള മുളകാണ്, അപ്പോൾ 2 മതി. സബോള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് 2. ഈ സബോളയും പച്ചമുളകും ക്യാരറ്റും ഇഞ്ചിയും നുറുക്കിയെടുക്കണം. ഇപ്പോൾ എല്ലാം നുറുക്കി. സബോള കനം കുറച്ച് നുറുക്കിയിട്ടുണ്ട്. ക്യാരറ്റ് കുഞ്ഞു കഷ്ണാക്കി, വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയും ചെയ്യാം. 2 പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയിട്ടുണ്ട്. ഇഞ്ചി നല്ലോണം ചെറുതായി നുറുക്കി. വലിയ കഷ്ണമായിട്ട് കടിച്ചാൽ സ്വാദുണ്ടാവില്ല. ഇഞ്ചിയുടെ ഫ്ലേവർ മാവിലേക്ക് വരും ഇങ്ങനെ ചെറുതാക്കി നുറുക്കി ചേർക്കുമ്പോൾ. അങ്ങനെ നുറുക്കാനുള്ള കാര്യമൊക്കെ കഴിഞ്ഞു. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് വഴറ്റാനും വറുക്കാനും എടുക്കണേ. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പായാലും മതി. ഉഴുന്നൊന്ന് മൂത്ത് വരണം. ഇനി ഇഞ്ചി വേഗം നിറം മാറി വരും. പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. സബോള നുറുക്കിയത് ഇതും വഴന്ന് വരണം. സബോള പകുതി വഴന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ചേർക്കാം. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഓരോന്ന് ചേർത്തിട്ടും 1 മിനിറ്റൊക്കെ ധാരാളമാണ്. ഇളക്കി ചേർക്കുമ്പോഴത്തേക്കും വെന്തോളും. പച്ചമുളക് കൂടുതൽ എരിവുള്ള പച്ചമുളകായ കഴിക്കണതിൻ്റെ ഇടയിൽ എടുത്ത് മാറ്റി വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് പാകം എരിവുള്ള മുളക് മതി. 2 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് വേണ്ട ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ വേണ്ടതെല്ലാം ആയിക്കഴിഞ്ഞു. മല്ലിയില മാവിലേക്ക് പിന്നെ ചേർത്താൽ മതി. ഇനി ഓഫ് ചെയ്യാം. മാവിലേക്ക് വഴറ്റിയതൊക്കെ ചേർക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. മാവിൻ്റെ കട്ടി പാകത്തിനാക്കണം. ഇനി കൂടുതൽ കട്ടിയായ വേവാൻ താമസമാവും. അപ്പച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് എണ്ണ ഇത്ര ഒഴിക്കാം. എണ്ണ കുറച്ച് മതിയെന്ന് വെച്ചാൽ അങ്ങനെ ആവാം. എണ്ണ സൈഡിലൊക്കെ ഒന്ന് തടവിയ മാവ് തുള്ളിയായിട്ട് വീണാലും മാറ്റാൻ പറ്റും. എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോന്നിലും മാവ് ഒഴിക്കാൻ. വലിയ പണിയാരം വേണമെങ്കിൽ ഇത്രയ്ക്ക് മാവ് ഒഴിക്കാം, അല്ലെങ്കിൽ മാവിൻ്റെ അളവ് കുറയ്ക്കാം. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, തിരിച്ചിടാം. വലുപ്പത്തിലുള്ള പണിയാറായതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചിടാം. ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നല്ലത്, കരിയാണ്ട് കിട്ടും. 2-3 മിനിറ്റ് മതിയാവും ഓരോ സ്ട്രെച്ച് മാവിന്. അങ്ങനെ ബാക്കിയെല്ലാം മാവ് ഒഴിച്ചിട്ട് പണിയാരം ഉണ്ടാക്കാം. ആദ്യം ഒഴിച്ച എണ്ണ തന്നെ മതിയെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എണ്ണ ഒഴിക്കേണ്ട, അല്ലെങ്കിൽ ഓരോ സ്ട്രെച്ചിനും കുറേശ്ശെ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പണിയാരം റെഡിയായി കഴിഞ്ഞു. നാളികേര ചട്നിയാണ് കൂട്ടി കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ. വലുപ്പത്തിലുണ്ടാക്കിയ 2-3 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.